സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടത്. ആ ധന്യനിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥന നമ്മെ സഹായിച്ച് കർത്താവദാസൻ തോമസ് മാത്യു ബ്രദറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കോണ്ടാക്ട് ചെയ്യുവാൻ അവസരം തന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മള് ആരാധന എന്ന വിഷയമാണ് ഈ ദിവസങ്ങളിൽ പഠിച്ചത്. ഇന്ന് അങ്ങനെയെങ്കിൽ നമ്മൾ ആരെ വേണം ആരാധിക്കാൻ? നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം ആരാണ് എന്നുള്ള ഒരു ഭാഗത്തേക്ക് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. എന്നാൽ എനിക്ക് വ്യക്തിപരമായി വന്ന രണ്ട് വ്യക്തികൾ പ്രധാനമായി ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചതുകൊണ്ട് ഞാൻ അതൊന്ന് കൈകാര്യം ചെയ്യാം എന്ന് ദൈവകൃപയെ ശരണപ്പെടുകയാണ്. അതിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു വിഷയം, ദേവദാസനെ, അപ്പോൾ ഈ നമ്മൾ ആരാധന എന്ന പദപ്രയം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് പിതാവ് ഇച്ഛിക്കുന്ന വിധത്തിലാണോ എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയുണ്ടെന്നും, മാത്രമല്ല എന്തുകൊണ്ടാണ് നമ്മുടെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വ്യത്യസ്തത വരാൻ കാരണമെന്നും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പരിഭാഷയ്ക്കകത്ത് ആശയക്കുഴപ്പങ്ങൾ വല്ലതും ഇതല്ലാതെ വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി നൽകാം എന്ന് തന്നെയാണ് ഞാൻ ദൈവകൃപയെ ശരണപ്പെടുന്നത്. ഒരുപക്ഷെ ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ പലരും ഇതിനു മുമ്പ് പല തവണ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യമല്ല, 1000 പ്രാവശ്യം ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. നിങ്ങൾ വിചാരിക്കാതെ വേറെ ഒന്നും ഇല്ലാതെ വന്നിട്ടാണല്ലോ. നോ, അങ്ങനല്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് ഒരു കാര്യം 10,000 തവണ പാസ്റ്ററെ പറയണമെന്ന് പറഞ്ഞാലും വളരെ ക്ഷമയോടെ, ദീർഘക്ഷമയോടെ ഇരുന്ന് എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു തരാൻ ഞാൻ സന്മനസ്സുള്ളവനാണ്, സന്നദ്ധനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അരയിൽ തോർത്തും കെട്ടി കയ്യിൽ പാത്രവുമായി നിങ്ങളുടെ കാൽ കഴുകാൻ നിൽക്കുന്ന ഒരു ദാസന്റെ റോൾ എങ്ങനെയോ എന്നതുപോലെ അത്രമേൽ താഴ്മയോടും വിനയത്തോടും ക്ഷമയോടും കൂടെ ഈ ദൗത്യ നിർവഹണത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സിലിരിക്കുന്നത്. ഞാൻ സ്പീഡൊന്നും കൂട്ടാതെ സാവധാനം പറയുന്നതിന്റെ കാരണം നിങ്ങൾക്കറിയാം, ഞാൻ ഇടയ്ക്ക് സ്തോത്രം പറയുകയോ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുകയോ ഹല്ലേലൂയ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് ഇതിന്മേൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ബ്രദറുകാരനോ ബാപ്റ്റിസ്റ്റുകാരനോ വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഈ കർത്താവിനൊരു മഹത്വം ഒന്നും കൊടുക്കാതിരിക്കുന്നത് എന്താണെന്നൊക്കെ ഒരുപക്ഷെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇത് ദൈവവചന പഠനം, അഥവാ വി ആർ ഡിസിഫറിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തെ ഡിസിഫർ ചെയ്യുക, പൊരുള് തിരിക്കുന്ന അതീവ ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് വളരെ സാവധാനത്തിൽ, എനിക്ക് കഴിയുന്നതിൽ പരമാവധി എൻ്റെ കയ്യിലുള്ള ഭാഷയ്ക്കനുസരിച്ച് ലഘുവായ രീതിയിൽ ഏവർക്കും മനസ്സിലാകത്തക്ക നിലയിൽ ഈ കാര്യങ്ങൾ പറയാൻ ഞാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അത് പലതവണ ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും എന്നുള്ള 100% ഉറപ്പിലാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ ഇന്ന് നമ്മുടെ വേദപുസ്തകത്തിന്റെ പരിഭാഷയിൽ ആശയക്കുഴപ്പങ്ങളോ ആശയ ചോർച്ചയോ അർത്ഥതലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത് അത് മുഴുവൻ ചൂണ്ടിക്കാണിക്കാനായിട്ടല്ല, എങ്ങനെയൊക്കെയാണ് അത് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതൊന്ന് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് ദൈവവചനം മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ നിങ്ങളുടെ പഠനത്തിന് അത് സഹായകമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആരും ആത്മാവിന്റെ നിറവൊന്നും ഇല്ലാതെ പോകരുത്. നിങ്ങൾ ആത്മാവിന്റെ നിറവിലിരിക്കണം. ഞാൻ സാവധാനം കാര്യങ്ങൾ പറയാം, കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു.
നമ്മൾ ഒന്നാമതായി ഈ വിശുദ്ധ തിരുവഴുത്തിനെ, നിങ്ങൾ വെറുതെ വേദപുസ്തകമൊക്കെ മനോരമയും മംഗളമൊക്കെ പറയുമ്പോൾ പുസ്തകത്തെ ഒന്നാമതായി അഡ്രസ്സ് ചെയ്യരുത്. ഒന്നെങ്കിൽ തിരുവഴുത്തെന്നോ വിശുദ്ധ തിരുവഴുത്തെന്നോ ദൈവ വചനമെന്നോ ഒക്കെ പറയുന്നതാണ് ഏറ്റവും ഉചിതം. നിങ്ങൾ ഈ കത്തോലിക്ക സഹോദരങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ, വചനം പറയുന്നു, വചനത്തിൽ ഇങ്ങനെ, അവരങ്ങനെ പറയത്തുള്ളൂ. നമ്മൾ പറഞ്ഞ പുസ്തകത്തിൽ ഇതില്ല, സാ കേൾക്കാനില്ല, പുസ്തകമൊന്നും പറയില്ല, പുസ്തകത്തിൽ ഇല്ലല്ലോ എന്നേ പറയത്തുള്ളൂ. നമ്മൾ അതിനെ ഒരു എന്താ പറയാ, ഒരു ലാഘവത്തോടെ, ഒന്നാമത് നമുക്കിത് കഷ്ടപ്പെടില്ല, ഗിരിയൻസുകാരുള്ളായിരുന്ന കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാ സാധനം കൂടെ ആയതുകൊണ്ട് നമുക്കിന്റെ വില മൂല്യമൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ അങ്ങ് അടച്ചാക്ഷേപിച്ചൊന്നും പറഞ്ഞതല്ല, അങ്ങനെ ചിന്തിക്കരുത്. നമ്മളതിന് കൊടുക്കേണ്ട ആ മൂല്യവും വിലയും അറിഞ്ഞ് സംബോധന ചെയ്യാവൂ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ഒന്നാമത് ഈ വിശുദ്ധ തിരുവഴുത്ത് നിങ്ങളിൽ എത്ര പേർ എന്നോട് യോജിക്കുമെന്ന് അറിഞ്ഞുകൂടാ, യോജിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അതിന്റെ ഒറിജിനൽ കാര്യങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് അംഗീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നിങ്ങളാരും കൊച്ചു കുഞ്ഞുങ്ങളല്ല, വളരെ വിവേകവും പരിജ്ഞാനവും അതിലുപരി എഡ്യൂക്കേഷനൊക്കെ ഉള്ള ആളുകളാണല്ലോ എന്നെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കത് അംഗീകാര്യമായ കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കണം. ഈ വിശുദ്ധ തിരുവഴുത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് വളരെ ഭാഷകളിൽ വിശുദ്ധ ഭാഷയായ ഈ എബ്രായ ഭാഷയാണ് വിശുദ്ധ വേദ പുസ്തകത്തിന്റെ മൂലപദം അല്ലെങ്കിൽ മൂലഭാഷ. ഗ്രീക്ക് ആണെന്ന് പറഞ്ഞ് ദൈവം എന്നോട് വഴക്കൊണ്ട് വരരുത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, ഞാൻ ഉടക്കനില്ല. വിശുദ്ധ വേദ പുസ്തകത്തിന്റെ മൂലഭാഷ എബ്രായ ഭാഷയാണ് എന്നുള്ളത് ഞാൻ 100 അല്ല 200% വിശ്വസിക്കുന്നു. പുതിയ നിയമം ഉൾപ്പെടെയുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പുതിയ നിയമത്തിലെ ചില പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ചില സഭാലേഖനങ്ങൾ പൗലോസ് ഗ്രീക്കിൽ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. എല്ലാ ഏറിയയുമല്ല, ചില ലേഖനങ്ങൾ പൗലോസ്, കാരണം അത് കൊയിനെ ഗ്രീക്കുമല്ല, ക്ലാസിക്കൽ ഗ്രീക്ക് നല്ല ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു പൗലോസ് എന്ന ശ്രദ്ധനായ ദൈവദാസൻ. അതുകൊണ്ട് ചില ഭാഗങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്, അത് ഞാൻ എഗ്രി ചെയ്യുന്നു, അതിനെ ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അതിന്റെ ഒറിജിനൽ ഭാഷയായി എബ്രായ ഭാഷയിൽ ഈ തിരുവഴുത്ത് രചിക്കപ്പെട്ട എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അത് ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്. ആദ്യത്തെ പരിഭാഷ തന്നെ സെപ്റ്റുവാജിന്റ് പരിഭാഷയാണല്ലോ. അത് എത്രയോ നാളിന് ശേഷമാണ് ആ പരിഭാഷ വന്നത്. അത് രണ്ടും ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഏതെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ വഴക്ക് അവിടെ തീരാനുള്ളതേ ഉള്ളൂ, അവിടെ കൊണ്ട് തന്നെ തീരും. എനിക്കിന്ന് മനസ്സിലാകാത്തത്, പുതിയ നിയമം എബ്രായ ഭാഷയിലാണ് എഴുതി പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പറയുന്ന നമ്മളങ്ങ് കൊല്ലാനുള്ള ദേഷ്യമൊക്കെയാണ്. നിങ്ങളോട് ആര് പറഞ്ഞു എബ്രായ ഭാഷയിലാണ്, ഗ്രീക്കിലല്ലേ, കൊയിനെ ഗ്രീക്കിലല്ലേ എന്നൊക്കെ പറഞ്ഞ അത്. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഗ്രീക്ക് നമുക്ക് വല്ല ദോഷം ചെയ്തിട്ടുണ്ടോ, ഇംഗ്ലീഷ് ഭാഷ നമുക്ക് വല്ല ദോഷം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ സെപ്പറേറ്റ് പഠിക്കുന്നത് നല്ലതാ. നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർ, റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ബൈബിളിന്റെ കൺഫ്രണ്ടേഷനൊക്കെ ഒന്ന് പഠിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. സീനായ് മലയിൽ എഴുതി തുടങ്ങിയ വേദപുസ്തകം അലക്സാൻഡ്രയിൽ വന്ന് അവസാനിക്കുമ്പോൾ ഈ വേദപുസ്തകത്തിന് സംഭവിച്ചിട്ടുള്ള ആക്രമണങ്ങളും വേദപുസ്തകത്തിൽ മനഃപൂർവം വരുത്തി തീർക്കാൻ ശ്രമിച്ച ഗ്രീക്കിന്റെ വഴിക്കേടുകളും ഒക്കെ ഒന്ന് നിങ്ങൾ അന്വേഷിക്കുന്നതും പഠിക്കുന്നതും നല്ലതാണ്. കാരണം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ ദൈവത്തിന്റെ വചനത്തിലെ നിത്യതയുടെ പ്രകാശം നൽകുന്നതൊക്കെ ഏതെങ്കിലും വിധത്തിൽ കീഴ്മേൽ മറിക്കാൻ പിശാച് എല്ലാവിധമായ തന്ത്രങ്ങളും നന്നായി പണിപ്പെട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പോട്ടെ, ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ ഒരു കാറ്റ് നിങ്ങൾ ഉറയ്ക്കുക, വിശുദ്ധ വേദപുസ്തകത്തിന്റെ മൂലഭാഷ എബ്രായ ഭാഷയാണ്. അത് നിങ്ങൾ ഉറയ്ക്കണം. 22 അക്ഷരങ്ങളുള്ള എബ്രായ ഭാഷയാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ മൂലഭാഷ. ഞാൻ ഇടയ്ക്കൊക്കെ തമാശനാണെങ്കിലും പറയാറുണ്ട്, എബ്രായ ഭാഷ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിക്കാം. അതിന്റെ അക്ഷരങ്ങൾ പഠിക്കാൻ ഒട്ടും പ്രയാസമില്ല. 119 സംഘത്തിന് എടുക്കണം. ആ 119 സംഘത്തിന് 22 പാരഗ്രാഫാണ്. ആ 22 പാരഗ്രാഫിന്റെയും
തലക്കെട്ടിൽ അതിന്റെ ഓരോ അക്ഷരം, അത് ആളുകളുടെ പേരൊന്നുമല്ല, നമ്മള് ABCD എന്നൊക്കെ എഴുതുന്നത് പോലെ എബ്രായ ഭാഷയിൽ 22 അക്ഷരമാണ്. അലഫ് മുതൽ താവു വരെയുള്ള 22 അക്ഷരവും 22 പാരഗ്രാഫിന്റെ തലക്കിൽ ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഒരു പേപ്പറിട്ടൊന്ന് എഴുതി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ആ 22 അക്ഷരം വളരെ വേഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് എബ്രായ ഭാഷ പഠിച്ചെന്നല്ല, ആ അക്ഷരം ഒന്ന് പഠിക്കാനായിട്ട് നമുക്ക് പറ്റും. അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ മുന്നോട്ട് നീങ്ങുക. ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ മൂലഭാഷയായ എബ്രായ ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത, 1-2 പ്രത്യേകതകൾ അറിഞ്ഞിരിക്കണം. ഈ ഭാഷയുടെ ഓരോ അക്ഷരവും അതിന്റെ കുത്തും കോമയും പോലും വളരെ മീനിങ് ഫുള്ളാണ്, അർത്ഥപൂർണമാണ്. മനസ്സിലാകുന്നുണ്ടോ? 22 അക്ഷരത്തിനും അർത്ഥങ്ങളുണ്ട്. അതിന്റെ കുത്തും കോമയും, അതിന്റെ നിക്കൂത്സ് എന്ന് പറയാം. നിക്കൂത്സ്, അതിന്റെ കുത്തും കോമയും ഒക്കെ ഇടുന്നതിന് നിക്കൂത്സ് എന്ന് പറയുക. നിങ്ങളിപ്പോ അതൊന്നും പഠിക്കാൻ പോകണ്ട, ഒന്ന് കേട്ടിരുന്നാൽ മതി. അപ്പോൾ അതിന്റെ ആ ഓരോ കുത്തിന് പോലും കോമയ്ക്ക് പോലും വളരെ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് തിരുവഴുത്ത് പറഞ്ഞത് അതിന്റെ വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ പാടില്ല എന്ന് പറയാൻ കാരണം, ഒരു കുത്തിടുന്നത് അപ്പുറത്തോ ഇപ്പുറത്തോട്ടോ മാറിപ്പോയാൽ അർത്ഥം വളരെ അധികമായി മാറിപ്പോകും. അതാണ് ഈ ഭാഷയുടെ ഒരു പ്രശ്നം. അപ്പോൾ തന്നെ 22 അക്ഷരങ്ങൾ മാത്രം ഉള്ളതിനാൽ ലോകത്തിൽ ഏറ്റവും അധികം വാക്കുകൾ, പദങ്ങൾ കുറവുള്ള, ദ പൂവസ്റ്റ് ലാംഗ്വേജ് ഇൻ ദ വേൾഡ്, ലോകത്തിൽ ഏറ്റവും ദരിദ്രമായ ഭാഷയും എബ്രായ ഭാഷയാണ്. വാക്കുകൾ വളരെ കുറവാണ്. 10,000-ൽ താഴെ വാക്കുകളെ എബ്രായ ഭാഷയിലുള്ളൂ. എന്നാൽ നമ്മുടെ മലയാളത്തിലോ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ലക്ഷക്കണക്കിന് വാക്കുകൾ, ഇഷ്ടം പോലെ വാക്കുകളുണ്ട്. എല്ലാത്തിനും അർത്ഥം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. നമ്മുടെ മലയാളത്തിൽ 56 അക്ഷരം അതിന്റെ പെരുക്കോ, 54 അക്ഷരോ അതിന്റെ പെരുക്കോ, 58 അക്ഷരോ അതിന്റെ പെരുക്കോ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. എത്രയായാലും ഞാൻ അതിനൊന്നും വഴക്കിനൊന്നും വരുന്നില്ല. പക്ഷെ ആ അക്ഷരങ്ങൾക്കൊന്നും അർത്ഥമുള്ളതായിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇറു എന്ന അക്ഷരത്തിന് എന്താ അർത്ഥമാ ഉള്ളത്? നിങ്ങൾ പറ. യാ, രാ, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ, ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു പോണേ. പള്ളിക്കുട്ടി പഠിച്ച കാലം ഒന്ന് പറയുന്നുണ്ട്. ഈ അക്ഷരങ്ങളൊക്കെ അക്ഷരമാണെന്നുള്ളതല്ലാതെ ആ അക്ഷരങ്ങൾക്കൊന്നും അതിൻ്റെതായ അർത്ഥതലങ്ങളില്ല. എന്നാൽ എബ്രായ ഭാഷയുടെ പ്രശ്നം അങ്ങനെയല്ല. അവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 22 അക്ഷരത്തിനും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. ഇനി ആ അർത്ഥങ്ങൾ ഏതൊക്കെ ലെവൽ വരെയാണുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. 22 അക്ഷരങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണേ, ഓരോ അക്ഷരത്തിനും അതിന്റെ സർഫസ് ലെവലിൽ 4 അർത്ഥങ്ങൾ: ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്. മനസ്സിലാകുന്നുണ്ടോ? ഒരക്ഷരത്തിന്റെ ടോപ്പിലും ബോട്ടത്തിലും ലെഫ്റ്റിലും റൈറ്റിലും ഈ 4 ഭാഗത്തും 4 അർത്ഥങ്ങൾ ഒറ്റ അക്ഷരത്തിന്, സർഫസ് ലെവലിൽ മാത്രം. അതിന്റെ ഡീപ്പർ ലെവലിലേക്ക് പോകുമ്പോൾ 70 അർത്ഥങ്ങളുമുണ്ട്. സർഫസ് ലെവലിൽ 4 അർത്ഥങ്ങളും ഡീപ്പർ ലെവലിൽ 70 അർത്ഥങ്ങളുമുണ്ട്. സംശയം ചോദിച്ചാൽ അതൊക്കെ നോട്ട് ചെയ്തോണേ, മറന്നു പോകരുത്. നിങ്ങളിൽ പലരും പക്ഷേ മുൻപ് ഞാൻ അതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാൽ വളരെ താല്പര്യത്തോടെ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക. നമുക്ക് തുറന്നുള്ള സബ്ജക്റ്റ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പിന്നെ ഇതിങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട നിങ്ങൾക്കും ഒന്നുകൂടെ ഒന്ന് പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ സർഫസ് ലെവലിൽ 4 അർത്ഥങ്ങളും ഡീപ്പർ ലെവലിൽ 70 അർത്ഥങ്ങളുമുണ്ട് ഒരക്ഷരത്തിന്, വാക്കിനല്ല, ഒറ്റ അക്ഷരത്തിന്. ഇത്രമാത്രം അർത്ഥവ്യാപ്തിയുള്ള പല അക്ഷരങ്ങൾ ചേർന്നാണ് ഒരു വാക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല പലപ്പോഴും പരിശുദ്ധാത്മാവെന്ന ഗ്രന്ഥകാരൻ ഈ തിരുവഴുത്തിൽ ഉദ്ദേശിച്ച്
ഉല്ലേഖനം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. ക്ലിയർ ആയോ? നമ്മൾ നമ്മുടെ ഭാഷ, ഏറ്റവും പരിമിതമായ ഭാഷ, നിങ്ങൾ ഒരു കാര്യം ഒന്ന് ഉദ്ദേശിച്ചേ, ഇത്രമേൽ ഓരോ അക്ഷരത്തിന് ഇത്രമേൽ അർത്ഥവ്യാപ്തിയുള്ള, മുഴുവനും പൂർണ്ണമായും മീനിങ് അർത്ഥപൂർണമായ ഭാഷയിൽ ദൈവം തന്റെ വിശുദ്ധ ഭാഷയായി കണക്കാക്കുന്ന ഈ എബ്രായ ഭാഷയിൽ എഴുതി തന്ന ഓരോ വാക്കും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ, പദങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും അർത്ഥങ്ങൾ അതനുസരിച്ചില്ലാത്ത നമ്മുടെ ഈ ഭാഷയിലേക്ക് വരുമ്പോൾ അതിന്റെ ഒറിജിനൽ അർത്ഥത്തിൽ നമ്മുടെ ഈ ഭാഷയിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരൊക്കെ പറയും പോലെ അൺതിങ്കബിൾ, ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? പിന്നെ ഇങ്ങനെയെങ്കിലും കിട്ടിയല്ലോ എന്നോർത്ത് നമ്മൾ അങ്ങ് ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് നല്ലത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് നമ്മുടെ പുസ്തകം അല്ലല്ലോ, നമ്മുടെ കയ്യിൽ കിട്ടിയെങ്കിലും ഇതിന്റെ ഒറിജിനൽ കസ്റ്റോഡിയൻസ് ഒക്കെ ഇന്നും ഉണ്ടല്ലോ. അവരോടൊക്കെ നമുക്കൊന്ന് അഭിപ്രായം ചോദിക്കുന്നത് പഠനത്തിന്റെ കുറെ കൂടെ സഹായമായിരിക്കും. നമുക്ക് ആക്കിപ്പോ അങ്ങോട്ട് പോകാൻ നോക്കിയാൽ, ഞാൻ ആ ആശയത്തിലല്ല പറഞ്ഞത്, നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ഓരോ അക്ഷരത്തിന്റെയും പ്രത്യേകത. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 22 അക്ഷരം നമ്മുടെ ഇംഗ്ലീഷിലാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഉണ്ടല്ലേ. പഴയ നിയമത്തിൽ ഒരിടത്തും ഈ എബ്രായ ഭാഷയിൽ ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ നിങ്ങൾക്ക് കാണാൻ ഒക്കെയല്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഈ ഏൻഷ്യന്റ് ഹീബ്രു ഭാഷയ്ക്ക് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. ഇനി അങ്ങനെ ഒന്ന് ഉണ്ടെന്നിരിക്കട്ടെ, ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററുമായിട്ട് ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെ ആരെങ്കിലും കണ്ടുപിടിച്ച് പറയുകയാണെങ്കിൽ പഴയ നിയമത്തിൽ ഒരൊറ്റ വാക്കിനു മാത്രമേ ആ ഒരു വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റൂ. അതേത് വാക്കെന്നറിയാമോ? കദ്ദോഷ് എന്നൊരു വാക്കാണ്. കദ്ദോഷ്. കദ്ദോഷ് എന്ന വാക്കിന്റെ അർത്ഥം ഹോളി, ഹോളിനെസ്, വിശുദ്ധി എന്നാണ്. അതിൽ ആ കദ്ദോഷ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ ഭാഷയിലെ പദമല്ല. ഞാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാം. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഗ്രഹിക്കാനായിട്ട് ഒരു നിർവാഹമില്ലാത്ത ചിലരും കൂടി ക്ലാസ്സിലുണ്ടെന്നുള്ള എനിക്കറിയാം. ഞാൻ എല്ലാ ഞായറാഴ്ച അവരെ കാണുന്ന, അപ്പം ഞാൻ ഒരുപാട് അങ്ങ് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും പിടികിട്ടാൻ പ്രയാസം തോന്നും. ഞാൻ അവരെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. ഈ കദ്ദോഷ് എന്ന വാക്കിൽ ഓ എന്ന സൗണ്ട് കൊടുക്കുന്ന എബ്രായ അക്ഷരം അതുമാത്രമേ ഉള്ളൂ. വിശുദ്ധ പഴയ നിയമം നോക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എന്നും സ്മോൾ ലെറ്റർ എന്നും ഏതെങ്കിലും വിധത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നെങ്കിൽ ആ ഒരു വാക്കിന് മാത്രമേ ഉള്ളൂ, കദ്ദോഷ്. അവിടെ ആ ഓ എന്ന ശബ്ദം കൊടുക്കുന്ന അക്ഷരം പഴയ നിയമത്തിൽ അത് ഉപയോഗിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയെ അല്ലെങ്കിൽ ദൈവം വിശുദ്ധൻ എന്ന് കാണിക്കാൻ ഉപയോഗിക്കുമ്പോൾ ആ ഓ എന്ന അക്ഷരം ഹൈറ്റിൽ എന്ന് പറഞ്ഞാൽ വലിയ അക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്ററിൽ കാണാം. മനുഷ്യനുമായി ബന്ധപ്പെട്ട് ആ വിശുദ്ധി എന്ന കദ്ദോഷ് എന്ന പദം ഉപയോഗിക്കുമ്പോൾ അത് വലിയ ഹൈറ്റിലല്ല, ലോ ലെവലിലാണ് ആ ഓ എന്ന അക്ഷരം കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണേ. അവിടെ ഒരു കാര്യം എനിക്ക് വിശദീകരിക്കാനുണ്ട്, അതുകൊണ്ടാണ്. കദ്ദോഷ് എന്ന പദം ദൈവത്തിന്റെ വിശുദ്ധിയെ കാണിക്കാൻ ഉപയോഗിച്ച ഇടത്തൊക്കെ ഓ എന്ന സൗണ്ട് കൊടുക്കുന്ന എബ്രായ പദം വാക്ക് അക്ഷരം വലിയ ഹൈറ്റിലും മനുഷ്യനുള്ള ബന്ധത്തിൽ കദ്ദോഷ് ഉപയോഗിക്കുമ്പോൾ ഓ എന്ന സൗണ്ട് കൊടുക്കുന്ന അക്ഷരം ലോ ലെവലിലും കൊടുത്തിരിക്കുന്നു. കണ്ടോ? അഥവാ ദൈവത്തിന് പറയുമ്പോൾ ക്യാപിറ്റൽ ആയിട്ടും
മനുഷ്യനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്മോൾ ലെറ്ററും അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും. എന്താ ഇതിന്റെ അർത്ഥം? ദൈവം വിശുദ്ധനാകുന്നു. തിരുവചനം നമ്മൾ കാണുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. രണ്ടിടത്തും നമുക്ക് ആ വാക്ക് കാണാൻ പറ്റും, അല്ലേ? ഖദ്ദോഷ് എന്ന പദം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ പദം ഉപയോഗിച്ചിരിക്കുന്ന ഇടത്ത്, ദൈവത്തിനു വേണ്ടിയ ദൈവത്തിന്റെ വിശുദ്ധിയെ കാണിക്കാൻ ഉപയോഗിച്ച ഇടത്ത് ഖദ്ദോഷ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന ഓ എന്ന ശബ്ദം നൽകുന്ന എബ്രായ അക്ഷരം വളരെ ഹൈറ്റിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിശുദ്ധിയുടെ ഒരു ലെവലുണ്ട്. എന്താണ് ദൈവത്തിന്റെ വിശുദ്ധിയുടെ ലെവൽ? ദൈവത്തിന്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. Unreachable light. Am I right? ഞാൻ പറഞ്ഞ ശരിയാണോ? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവം. അതാണ് ദൈവത്തിന്റെ വിശുദ്ധിയുടെ ലെവല്. നമുക്ക് വാക്യം കിട്ടിയത് കൊണ്ട് വിശ്വാസികളെ പേടിപ്പിക്കാനും വിറപ്പിക്കാൻ ഈ ഒരൊറ്റ വാക്ക് മതി. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവത്തിന്റെ വിശുദ്ധ ലെവൽ എന്താ ഞാൻ പറഞ്ഞത്? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ. കബോത്ത് എന്ന് പറഞ്ഞാൽ അത്രമേൽ എന്താ പറയാ, എന്തായാലും ഒരു പദം, അത്രയ്ക്ക് ബ്രൈറ്റ് ആണ് ദൈവത്തിന്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ. ഞാൻ ഉദാഹരണത്തിന് ചോദിക്കുക, നാട് വിട്ട് മസ്കറ്റിലാണെങ്കിലും നമ്മുടെ കർത്താവദാസൻ ശ്യാം ബ്രദർ ആ ദൈവത്തിന്റെ അതേ വിശുദ്ധിയിലാണ് ശ്യാം ബ്രദർ ജീവിക്കുന്നിരിക്കട്ടെ. എങ്ങനെ? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ശ്യാം ബ്രദർ. ആ വിശുദ്ധി അത്രയ്ക്ക് തികഞ്ഞു നിൽക്കുക. ആ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന വിശുദ്ധിയുടെ നിലവാരത്തിലാണ് ശ്യാം ബ്രദർ ജീവിക്കുന്നെങ്കിൽ മക്കൾക്കോ ഭാര്യയ്ക്കോ ഓഫീസിലെ സ്റ്റാഫിനോ ആർക്കെങ്കിലും അടുത്തു വരാൻ പറ്റുമോ? ജോലിക്ക് വേണ്ടി പോയതാണെങ്കിലും സോളി സിസ്റ്റർ കുവൈറ്റിൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിലാണ് വസിക്കുന്നത്. രാവിലെ ജോലിക്ക് പോകാനായിട്ട് റോഡിൽ ഇറങ്ങി നിൽക്കുമ്പോൾ കമ്പനി വണ്ടി വരുന്നു, വണ്ടിക്കാരൻ പേടിച്ച് നിൽക്കുക. കാരണം സോളി സിസ്റ്റർ ഇങ്ങനെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ നിൽക്കുന്നു. ജോലിക്ക് പോക്ക് നടക്കുവോ? ഇല്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിന്റെ അർത്ഥം വല്ലതും മനസ്സിലായോ? ദൈവത്തിന്റെ വിശുദ്ധിയുടെ ഒരു നിലവാരമുണ്ട്. നമുക്ക് ആ ജീവിക്കാൻ ഒരു കാരണവശാലും നടക്കയില്ല. ദൈവം അത് ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്നാൽ മനുഷ്യനുള്ള ബന്ധത്തിൽ ആ ഖദ്ദോഷ് ഉപയോഗിച്ചപ്പോൾ ഓ എന്ന സൗണ്ട് കൊടുക്കുന്ന എബ്രായ അക്ഷരം സ്മോൾ ലെറ്റർ ആയിട്ട് അഥവാ ലോ ലെവലിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം മനുഷ്യന്റെ വിശുദ്ധിയുടെ ലെവലുണ്ട്. ആ ലെവൽ വേണം മനുഷ്യൻ കീപ്പ് ചെയ്യാൻ. പി ടി തോമസ് സാർ ചോദിക്കും പോലെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ട്. ആരാധനയുടെ മർമ്മം പോലത്തെ മർമ്മം അല്ലാത്തതുകൊണ്ട് ബോർ അടിക്കരുത്. ഞാൻ അതുകൊണ്ട് പരമാവധി ഇതിൽ ഒഴിവാക്കി വിടുന്ന. പക്ഷെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിപ്പം എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ദൈവം ആരെന്ന്, ദൈവത്തെ അറിയുക എന്നുള്ള ടോപ്പിക്കിലോട്ടാണ് കയറാനായിട്ട് ഞാൻ നോട്ട്സ് ഒക്കെ തയ്യാറാക്കി വെച്ചത്. നമുക്ക് അടുത്ത ആഴ്ച തുടങ്ങാം, നോ പ്രോബ്ലം. ഇന്ന് ഞാൻ ഇങ്ങനെ പോട്ടെ, നിങ്ങൾ എൻ്റെ കൂടെ വേഗം ഒന്ന് വന്നാൽ മതി. കണ്ടോ? അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധിയുടെ ലെവലുണ്ട്, മനുഷ്യന്റെ വിശുദ്ധിയുടെ ഒരു ലെവലുണ്ട്. ആ വിശുദ്ധിയിൽ വേണം മനുഷ്യൻ ജീവിക്കാൻ. മനുഷ്യൻ ഭാര്യയായിട്ടും ഭർത്താവുമായിട്ടും മക്കളായിട്ടും സ്വന്തക്കാരായിട്ടും സഹവിശ്വാസികളായിട്ടും അയൽവക്കക്കാരായിട്ടും ഒക്കെ ഇടപെട്ട് വേണം ജീവിക്കാൻ. എന്നാൽ ദൈവത്തിന് പാപിയുമായിട്ട് ഇടപെടലില്ല. ഇടപാടുണ്ടോ? ഇല്ല. പക്ഷെ മനുഷ്യനുണ്ട്. ഉണ്ടോ? കൊരിന്ത്യർ ലേഖനം എടുത്ത് 5-ാം അധ്യായം ഒന്ന് വായിച്ചേ.
9 മുതൽ 13 വരെ. ഞാൻ പറഞ്ഞ വാക്ക് ശരിയല്ലേ? ദുർനടപ്പുകാരോട് സംസർഗം അരുതെന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലോ. അങ്ങനെയെങ്കിൽ ലോകം വിട്ടു പോകേണ്ടി വരും. കണ്ടോ? ബാക്കിയുള്ള വായിക്കണം. ഞാൻ പറയുമ്പോ ശ്രദ്ധിക്കണേ. ദുർനടപ്പുകാരോട് സംസർഗം വരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ട് പോകേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ലോകത്തിൽ ദുർനടപ്പുകാരായി നടക്കുന്ന ആളുകളുമായി നിങ്ങൾക്ക് ഇടപെടേണ്ടതായിട്ട് വരും. അപ്പോൾ അവരുമായിട്ടുള്ള ഇടപെടലിനകത്ത് നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധിയുടെ ലെവലുണ്ട്, അത് കാത്തു സൂക്ഷിക്കണം. കണ്ടോ? ദൈവത്തിന് അശുദ്ധമായിട്ട് ഇടപാടില്ല. പാപിയുമായിട്ടുള്ള ഡീലിങ്സും ദൈവത്തിനില്ല. പാപികളുടെ രക്ഷയ്ക്കുള്ള പദ്ധതിയൊക്കെ ദൈവം ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അല്ലാതെ അവരുമായിട്ട് മറ്റ് ഡീലിങ്സ് ഇല്ല. എന്നാൽ മനുഷ്യൻ അങ്ങനല്ല. നമ്മുടെ ബോസ് പാപിയാണ്, അതുകൊണ്ട് പാപിയുമായിട്ട് എനിക്ക് ഇടപാടുണ്ടെന്ന് പറഞ്ഞു നിന്നാൽ നിങ്ങളുടെ ജോലിയുടെ കാര്യം എങ്ങനെ ആകും? മസ്കറ്റിലും പോയത് വെറുതെയാകും, കുവൈറ്റിൽ പോയത് വെറുതെയാകും, എല്ലാം കുഴയും. അപ്പോൾ അവരുമായിട്ട് ഇടപാട് പാടില്ല എന്നാണോ അതിനർത്ഥം? അല്ല. എന്നാൽ അവരുമായിട്ട് കുവൈറ്റിലെ അറബിയുമായിട്ട് ദൈവത്തിന് ഇടപാടില്ല. പക്ഷെ ആ അറബിയുടെ രക്ഷയ്ക്ക് വേണ്ടുന്ന പദ്ധതിയും ദൈവം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷെ അവരോട് ദൈവം ഇടപെടുന്നില്ല. ശരിയല്ലേ? ദൈവത്തിന് ആരോട് ഇടപെടാം? ആളുടെ വഴികളും മുഖാന്തരമൊക്കെ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ ദൈവം അത് ചെയ്യും. ദാറ്റ് ഇസ് അനദർ തിങ്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ വിശുദ്ധിക്ക് അതിൻ്റെതായ ഒരു ലെവലുണ്ട്. അവൻ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ദൈവത്തിന്റെ വിശുദ്ധി അത് നമുക്ക് അടുക്കാനേ പറ്റുന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കാര്യം ദൈവത്തിന് അറിയത്തില്ലേ? അറിയാം. അറിഞ്ഞിരുന്നോണ്ടാണോ ദൈവം പറഞ്ഞത് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും? എന്റെ പൊന്നോ, നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഈ വാക്ക് എടുത്തിട്ട് ആ വീട്ടുകാരെയൊക്കെ വെട്ടി മുറിച്ച് 4-5 കഷണമാക്കി അല്ലേ, ഒരു പരുവത്തിനാക്കി. ഈ വാക്യം ഉള്ളത് കൊണ്ട് വിശ്വാസികളെ എടുത്തിട്ട് പൊരിക്കാൻ ഇതുപോലെ പറ്റിയ വാക്യം വേറെ ഇല്ല. സ്തോത്രം. കണ്ടോ? നീ ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് വരണം. ജന്മത്തിൽ നടക്കുമെന്ന് ചിന്തിക്കണ്ട. സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധിയിലാണെന്നൊക്കെ പറഞ്ഞ കക്ഷികളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ഞാനതൊന്നും ഇപ്പൊ പറയുന്നില്ല, ശരിയല്ലല്ലോ. ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് വന്ന് വസ്ത്രം പോലും ഉടുക്കാതിരുന്ന കക്ഷികളുണ്ട്. അവര് സ്ഥാപിച്ച സഭയുണ്ട്. ക്ലാസ് കഴിഞ്ഞ് പേഴ്സണായിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. വിശുദ്ധിയുടെ നിറവിലേക്ക് വന്നു അതെല്ലാം അങ്ങ് തികഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെ വസ്ത്രം പോലും ധരിക്കുന്നില്ല. കാരണം ആ വിശുദ്ധി അത്രമേൽ പൂർണ്ണതയിലേക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞു. സ്തോത്രം. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു രഹസ്യമുണ്ട്. ആ ഒരു വിശുദ്ധിയുടെ നിലവാരമല്ല ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം മനുഷ്യന്റെ വിശുദ്ധ ലെവൽ വെച്ചിട്ടുണ്ട്. അതിനാണ് ഞാൻ ആ വാക്കിപ്പം വായിപ്പിച്ചത്. ദുർനടപ്പുകാരോട് സംസർഗമായിരുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടല്ല, പിന്നെ ആരോടാ? വായിച്ച ശേഷം ദേവദാസനെ. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോട് ഭക്ഷണം കഴിക്കുക പോലും അരുതെന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. നിന്റെ കൂടെ തിരുമേശ ഭക്ഷിച്ച് കൂട്ടായ്മ ആചരിച്ച അവൻ വഴിതെറ്റി പോവുകയാണെങ്കിൽ അവൻ കയറുന്ന ഹോട്ടലിൽ പോലും ചായ കുടിക്കാൻ നീ കയറരുതെന്നായി പറഞ്ഞേ.
അതാണ് നമ്മൾ പാലിക്കേണ്ട വിശുദ്ധിയുടെ നിലവാരം. ഡു യു ഗെറ്റ് മീ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അവരാരും രക്ഷിക്കപ്പെട്ടവരല്ല, അവരെല്ലാം ജാതികളാണ്. നമ്മുടെ ഇടയിൽ ഒരു ശൈലിയാണ്, അവർ ജാതികളാണ്, നമുക്ക് അവരുമായിട്ട് ഇടപാടൊന്നുമില്ല. പിന്നെ നമുക്ക് ഇടപാടുള്ള ആരുമായിട്ടെന്നറിയാമോ? ആത്മാവ് നിറഞ്ഞ് പാനൽ കളിക്കുന്ന ആളുമായിട്ട് നമുക്ക് ബന്ധം. ജാതികളുമായിട്ട് നമുക്ക് ഇടപാടില്ല. 150 ഇത് ഫോട്ടോ വെച്ച് സ്ലിപ്പ് വരച്ചിട്ടുകൊണ്ട് നിൽക്കുക, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ, അവന്റെ തോളെ കൈയിടാം. ഇപ്പുറത്തെ നാരായണനുമായിട്ട് നമുക്ക് അവർ ജാതികളാ. സ്വോത്രം. സെൻട്രൽ പാസക്കെതിരെ കേസ് കൊടുക്കുന്നവന്റെ തോളെ കയറുന്നതിന് ഒരു കുഴപ്പമില്ല. അത് വിശുദ്ധന്മാർ തമ്മിലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. പണ്ട് കാവാലം പറഞ്ഞല്ലോ, പ്രാർത്ഥിച്ചല്ലേ കോടതിയിലോട്ട് പോലും പോകുന്നത്, അപ്പൊ പിന്നെ കുഴപ്പമില്ല, അതൊക്കെ നടക്കും. അല്ല, തൊട്ട അയൽവക്കത്തുള്ള ദൈവത്തെ അറിയാത്ത ഒരു മാന്യദേഹത്തെ കാണുമ്പോൾ അവന് വേണ്ടിയിട്ടും കൂടെയാണ് പ്രാണപ്രിയൻ ജീവൻ ഒഴുക്കിയത്. അവനെയും കൂടെ വീണ്ടെടുക്കാനാണ് കർത്താവ് രക്തം ചിന്തിയത്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഈ സത്യം പറഞ്ഞ് ഈ കൃപയിലേക്ക് വരണമേ എന്നുള്ള ചിന്ത, സ്നേഹത്തോടും മനസ്സരിവോടും ഇടപെടാനുള്ളൊരു ഇതിൽ നമ്മൾ, അവരൊക്കെ ജാതികൾ. കണ്ടില്ലേ പൊട്ടും തൊട്ട് ആ മഞ്ഞ കുടിയൊക്കെ? എനിക്കത് കാണുമ്പോഴേ അങ്ങ് ദേഹം അങ്ങ് ഏതാണ്ട് പോലായി. മറ്റേ പുള്ളിയെ കണ്ടപ്പോൾ ഏതാണ്ടും ഇല്ലായിരുന്നു. അവന്റെ അപ്പവും മേടിച്ച് തിന്നാം, വീഞ്ഞും മേടിച്ചു കുടിക്കാം, ഒരു കുഴപ്പമില്ല. ഇവന്റെ ദേഹത്തെ 2 മഞ്ഞ പാണ്ട് കണ്ടപ്പോഴത്തേക്കും എന്റെ പൊന്നി, എനിക്കത് കണ്ടപ്പോഴേ അങ്ങ് വല്ലാണ്ടായി. എനിക്കങ്ങ് പിരിപിരാന്ന് കയറി വരികയായിരുന്നു. എടാ, പിരിപിരിപ്പന്ന വചനത്തിന്റെ മുഴുവൻ വ്യവസ്ഥയും തെറ്റിച്ച് വചനത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായി സ്തോത്രം നേതൃത്വം കളിക്കാൻ, സ്ഥാനം പിടിക്കാൻ, കസേരയ്ക്ക് വേണ്ടി മത്സരിക്കുന്നവനെ കാണുമ്പോൾ എന്താണ് ഒരു ഏതാണ്ട് തോന്നാത്തത്? സ്തോത്രം. കർത്താവ് പറഞ്ഞു, കൗണ്ട് അതേഴ്സ് ഗ്രേറ്റർ ദാൻ യു. നീ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണണം. അല്ലെങ്കിൽ വോട്ട് പിടിക്കാനും കസേരയ്ക്ക് വേണ്ടി കളിക്കുന്നവൻ മറ്റുള്ളവൻ ആരാണെന്നും പറഞ്ഞുകൊണ്ടാ. ഇന്നത്തെ ക്ലാസ്സിന് വരണ്ടായിരുന്നല്ലേ? സ്തോത്രം. ഇനിയിപ്പോ വീഡിയോ ഓഫ് ചെയ്യാനും മേല, കാരണം ഓൺ ചെയ്യുകയും ചെയ്തു. സ്തോത്രം. ഏതായാലും അവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ? ദൈവം മനുഷ്യന് വെച്ച വിശുദ്ധിയുടെ നിലവാരമുണ്ട്, അത് മനുഷ്യൻ മെയിൻറ്റെയിൻ ചെയ്യണം. ദൈവത്തിന്റെ വിശുദ്ധി നമുക്ക് ഒരിക്കലും അതിലേക്ക് കയറാൻ ഒക്കുകയല്ല. പിന്നെ ഏക പ്രതീക്ഷ, ഒരു ദിവസം നമ്മൾ അവനെ കാണും. അവനെ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ഞാന് ഇന്നലെ എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചും പറഞ്ഞു, പുള്ളി തന്നെ ലിങ്ക് ഒക്കെ ഷെയർ എന്ന് പറഞ്ഞ, അച്ഛാ ഇതൊന്ന് കേട്ട് നോക്കണം. അപ്പം ഇതൊന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരകത്തുള്ളതുകൊണ്ട് പറയാതിരിക്കുകയാണ് നല്ലത്. എന്നാലും ഒരു ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ഡിബേറ്റിന്റെ വീഡിയോ ഇട്ടു തന്നപ്പം പുള്ളിക്കാരന്റെ തീരുമാനിച്ചു AD 70 കർത്താവ് വന്നു. ഇനിയിപ്പോ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കണ്ട. അപ്പൊ AD 70 കർത്താവ് വന്നു. പിന്നെ സ്വർഗമില്ല, നരകമില്ല, ദൈവം കോപിക്കുന്നവനല്ല, ഇങ്ങനെ ഏതാണ്ടല്ല കുറേ കാര്യങ്ങളുടെ ചർച്ചകളാണ് നടക്കുന്നത്. എന്നോട് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു, പൊന്നു സുഹൃത്തെ, അത് കേട്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്, നല്ല ഇൻഫർമേഷൻ കിട്ടുമെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഐ എം നോട്ട് അഗേൻസ്റ്റ് ദാറ്റ്. ഞാൻ പറഞ്ഞ ഇതൊക്കെ നടക്കട്ടെ, നമുക്ക് ദൈവത്തിനകത്ത് നല്ല ഒരു സോളിഡ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ഇതൊന്നും കേട്ട് നമ്മൾ ഞെട്ടേണ്ടതായിട്ടില്ല. സ്തോത്രം. AD 70 കർത്താവ് വന്നു. AD 100 എഴുതി അവസാനിപ്പിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിനകത്തും പറയുന്നു, ആമേൻ കർത്താവേ വരണമേ. പോട്ടെ, അതെങ്ങനെ കിടക്കട്ടെ. ഇനി എനിക്ക് സന്തോഷം, ഇനി AD 70 വന്നെങ്കിൽ എനിക്ക് എതിരൊന്നുമില്ല. കർത്താവിന് എപ്പം വേണ്ടും വരാമല്ലോ, അല്ലേ? നമ്മൾ ഇതിനെ വഴക്കുണ്ടാക്കുന്നേ. AD 70 വന്നോ? വന്നെന്ന് ഇവിടെ പ്രശ്നമില്ലല്ലോ. അത് പറഞ്ഞ് ഈ ബലം പിടിക്കുമ്പോഴേ കുഴപ്പം മുഴുവൻ. ഇപ്പൊ ചില വമ്പ ഡിബേറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് പറഞ്ഞു വന്നറിയാമോ? ഞാൻ ഈ വിഷയത്തിലേക്ക് വരിക.
ഈ തിരുവഴുത്തിൽ ഒരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നു. ദൈവം മീനിങ് ഫുൾ ആയിട്ട് മാത്രമേ സംസാരിക്കൂ. ഏത് കാര്യം പറഞ്ഞാലും മീനിങ് ഫുൾ ആയിരിക്കും. ഞാൻ അതിനു മുമ്പേ പറഞ്ഞത്, വിശുദ്ധ തിരുവഴുത്തും പൂർണ്ണമായും അർത്ഥപൂർണമായ ഭാഷയിൽ നിന്നും അർത്ഥമില്ലാത്ത നമ്മുടെയൊക്കെ ഭാഷകളിലേക്ക് വന്നപ്പോൾ, അതിനർത്ഥം നമ്മുടെ ഭാഷയ്ക്കും വാക്കുകൾക്കൊന്നും ഒരർത്ഥവും ഇല്ലെന്നല്ല, ആ ആശയത്തിലല്ല. നമ്മുടെ ഭാഷയൊക്കെ ആ സമയത്ത് വരുന്നതേ ഉള്ളൂ. നമ്മുടെ പണ്ടത്തെ മലയാള അക്ഷരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചതുരത്തില് ആരെയും കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ മലയാള അക്ഷരം? ആയൊക്കെ ചതുരത്തിൽ എഴുതുന്നത്. ദൈവത്തിന്റെ മഹാദയ കൊണ്ട് കത്തുദാസന്മാരായ ഹെർമൻ കുണ്ടറ്റും ബെഞ്ചമിൻ ബെയിലും ഒക്കെ വന്നതുകൊണ്ടാണ് നമ്മുടെ മലയാള അക്ഷരത്തിന് ഒരു ഉരുൾമ ഉണ്ടായത്, ഒരു റൗണ്ട് ഷേപ്പ് കിട്ടിയത്. അല്ലെങ്കിൽ അതിന് മുമ്പത്തെ നമ്മുടെ അക്ഷരമൊക്കെ ചതുരം പോലായിരുന്നേ. സ്തോത്രം. ഈ മലയാള ഭാഷയ്ക്ക് ഒരു അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കി, വ്യാകരണം പോലും അവർ തന്നതല്ലേ, അല്ല നമ്മുടെ വല്ലതും ഉണ്ടോ? ഇല്ല. അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കി രൂപപ്പെടുത്തി എടുത്തത് പോലും ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനയാണ്, അല്ലേ? അപ്പോൾ ഈ ഭാഷ വളർന്നിട്ട് എന്തുമാത്രം നാളായി നിങ്ങൾ ഒന്ന് ആലോചിച്ചു. സ്തോത്രം. ഭാഷ അതിന്റെ ശരിയായ രീതിയിലേക്ക് വരുന്നതേ ഉള്ളൂ, അല്ലേ? നമ്മുടെ നാടൻ ഭാഷ ഉപയോഗിക്കുന്ന പല പദങ്ങൾക്കും അതിന് ശരിയായ അർത്ഥം നോക്കിയാൽ ഒന്നും പിടികിട്ടുന്നില്ല, അല്ലേ? ചില ഭാഷ നമ്മള് പരസ്യമായിട്ട് പറയാൻ പാടില്ലാത്ത പദങ്ങളാണ്, പക്ഷേ അത് ഇപ്പൊ ഞാൻ കേൾക്കുന്നു അതെല്ലാം ഡിക്ഷണറി വരെ വന്നിട്ടുണ്ടെന്നാണ്. പുതിയ വാക്കുകളായി നമ്മുടെ മലയാളം ഡിക്ഷണറിക്കകത്തൊക്കെ കയറിയിട്ടുണ്ട്, അല്ലേ? എങ്ങനെയായിരുന്നു? അടിച്ചു പൊളിച്ചു. അതിന് ശരിയായ അർത്ഥത്തിലേക്ക് പോയാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? പ്രോഗ്രാം അടിച്ചു പൊളിച്ചു, പാരണ്ടെല്ലാം കയറി പ്രോഗ്രാം കുളവാക്കുന്നുള്ള അർത്ഥത്തില്, അല്ലേ? അടിച്ചു പൊളിച്ചു, ഏറ്റവും ടോപ്പാണെന്നുള്ള അർത്ഥത്തിൽ ഈ പറയുന്നത്, അല്ലേ? പക്ഷെ ശരിയായ അടിച്ചു പൊളിച്ചു എന്നുള്ള അർത്ഥം നമ്മൾ അടിച്ചെന്നും പൊളിച്ചെന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കും, അല്ലേ? കലക്കൻ പ്രോഗ്രാം ആയിരുന്നു പറഞ്ഞു, അല്ലേ? അതിന്റെ അർത്ഥം തന്നെ പ്രോഗ്രാം മുഴുവൻ കലങ്ങിന്നാണോ? അല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഭാഷയുടെ പ്രയോഗത്തിലും അതിന്റെ അർത്ഥതലത്തിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പോലും വളരെ വ്യത്യസ്തമാണ്. അത് പറയാനായിട്ടാണ്. അപ്പോൾ അതിന് ഓരോ ചെറിയ കുത്തിനും കോമായ്ക്കും പോലും വിശാലമായ അർത്ഥമുള്ള ഭാഷയിൽ നിന്നും നമ്മുടെ ഭാഷകളിലേക്ക് ഇത് വന്നപ്പോൾ ഒരുപാട് ആശയ ചോർച്ചയും അർത്ഥങ്ങളൊക്കെ ഒരുപാട് വ്യതിയാനം വന്നിട്ടുണ്ട് എന്നത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് ഇംഗ്ലീഷിലേക്കൊക്കെ പോയപ്പോൾ ഒരുപാട് അർത്ഥം മാറിപ്പോയി, ഒരുപാട് അർത്ഥം മാറിപ്പോയി. ഇംഗ്ലീഷിലെ പരിഭാഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരിധിക്കുള്ള ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പരിഭാഷയാണ് ഇംഗ്ലീഷ്. അതെന്ന് പറഞ്ഞാൽ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല. ഇംഗ്ലീഷ് ഭാഷയുടെ ശൈശവ ദശയിലാണ് ഇംഗ്ലീഷിലേക്കുള്ള പരിഭാഷ നടക്കുന്നത് എന്ന് മറന്നുപോകുന്നത്. 1535 വില്യം ടിൻഡെയിൽ പരിഭാഷ നിർവഹിക്കുന്നത്. മറന്നുപോകരുത് ആ കാര്യം. ജോൺ വിക്ലിഫ് 1382 തുടങ്ങി, എന്നാൽ ശരിയായ പരിഭാഷയുടെ പൂർണ്ണഘടനയിലേക്ക് കൊണ്ടുവരുന്ന 1535 വില്യം ടിൻഡെയിലാണ്. ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കറിയാം ആംഗലേയ ഭാഷ അതിന്റെ തുടക്കം ശൈശവ ദശയിൽ നിൽക്കുന്നതേ ഉള്ളൂ. പദങ്ങളും ഭാഷയുടെ സ്ട്രക്ചറും ഒക്കെ വരുന്നതേ ഉള്ളൂ. അക്ഷരം പോലും, ഈ ഇംഗ്ലീഷ് അക്ഷരം പോലും അവരുടേതല്ലല്ലോ, നോർത്ത് ഇറ്റാലിയൻസിൻ്റെതാണ്. അത് നിങ്ങൾക്കറിയാമോ? അക്ഷരം പോലും. യെസ്, സകല ഭാഷയുടെ ഉറവിടം എബ്രായ ഭാഷ എന്ന് ഞാൻ സമ്മതിക്കുന്നു, എന്ന് ഞാൻ ഇതിൽ പറയുന്നില്ല. ഈ ആൽഫബറ്റ് എന്നുള്ള പദം പോലും ഉണ്ടായത് എബ്രായ ഭാഷ എന്നല്ലേ? എബ്രായ ഭാഷയിലെ ആദ്യത്തെ 2 അക്ഷരം അലഫും ബെയ്റ്റും ഉണ്ടോ? അലഫും ബെയ്റ്റും, അങ്ങനെയാണ് ആൽഫബറ്റ് എന്ന പദം തന്നെ ഉണ്ടാകുന്നത്. മറക്കരുത്.
സ്തോത്രം. ഈ പരിഭാഷയിലേക്ക് വന്നപ്പോൾ വിശുദ്ധ തിരുവെഴുത്തിന്റെ പല മേഖലയിലും പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കാത്ത പല പദങ്ങളും വന്നുകൂടി. ഞാൻ ഇടയ്ക്ക് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഭാഷയുടെ വളർച്ച, അതിൻ്റെ പരിമിതമായ പ്രയോഗങ്ങൾ, അന്ന് ഉപയോഗിച്ച പല അർത്ഥത്തിലുമല്ല ഇന്ന് പല വാക്കുകളും ഭാഷയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഭാഷ വളരെയധികം ഡെവലപ്ഡ് ആയിട്ട് വരുന്നുണ്ടല്ലേ? യെസ്, ഭാഷയ്ക്ക് ഒരുപാട് പുരോഗതി സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ പറ്റൂ. ഞാൻ അതൊന്നും എതിര് പറയുകയല്ല. പക്ഷെ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദപുസ്തകത്തിന്റെ മൂലഭാഷയിൽ നിന്നും അതിന്റെ ഓരോ അക്ഷരത്തിനും കുത്തും കോമയ്ക്കും പോലും അർത്ഥമുള്ളതിനാൽ അതിനെ നില ഉൾക്കൊണ്ടേ പറ്റൂ. അടുത്ത ആഴ്ചയിലും കൂടെ എടുത്തെങ്കിലും ഇത് തീരുവോളം തോന്നും. എന്നാലും കുഴപ്പമില്ല, ഞാൻ അങ്ങ് മുന്നോട്ട് തന്നെയാണ്. നമുക്ക് ആദ്യം കുറച്ച് പേരും അതിന്റെ അർത്ഥവും നോക്കാം. വേദപുസ്തകത്തില് വെറുതെ ഉള്ളതല്ല, വേദപുസ്തകത്തിലെ കുറച്ച് പേര് മുൻപ് ഞാൻ ചില ക്ലാസ്സിൽ ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറയാത്തതിലുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ചില പേരുകൾ, ഈ പേരുകളും അതിന്റെ വിശുദ്ധ തിരുവെഴുത്തിലെ മൂലഭാഷയിൽ നിന്ന് ആ പേര് പോലും മറ്റു ഭാഷകളിലേക്ക് വന്നപ്പോൾ വികലമാക്കി കളഞ്ഞു, അർത്ഥം ഇല്ലാതായി. ഇപ്പൊ ശ്യാം എന്ന് പറഞ്ഞാൽ മലയാളത്തിലും ശ്യാമാണ്, ഇംഗ്ലീഷിലും ശ്യാമാണ്, ഹിന്ദിയിലും ശ്യാമാണ്, സംസ്കൃതത്തിലും ശ്യാം തന്നെയാണ്. വ്യത്യാസം വല്ലതും വരുന്നുണ്ടോ? ഇല്ല, ഇല്ലല്ലോ. ഇപ്പം സാലി ജോൺ എന്ന് പറഞ്ഞ ആന്റിയെ ഞാൻ കാണുന്നുണ്ട്. സാലി ജോൺ എന്ന ആന്റി മലയാളത്തിലും സാലി ജോൺ തന്നെയാണ്, തമിഴിലും സാലി ജോൺ ആണ്, ഹിന്ദിയിലും സാലി ജോൺ ആണ്, ഫ്രഞ്ചിലും സാലി ജോൺ ആണ്. ഏത് ഭാഷ ചെന്നാലും സാലി ജോൺ തന്നെ ആയിരിക്കും. വ്യത്യാസം വല്ലതും വരുന്നുണ്ടോ? ഇല്ല. എന്റെ പേര് ഷാജി, അത് ഗ്രീക്ക് വരുമ്പം എന്റെ പേര് വേറെ വല്ലതും ആക്കിയ ഒക്കുവോ? പറ്റുകയല്ല, നടക്കുകയല്ല. എന്നാൽ വേദപുസ്തകത്തിലെ പേരുകളൊക്കെ ഒരുപാട് മാറി. ഞാൻ ഈ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ വന്നപ്പോഴല്ലോ ഞാൻ അത്ഭുതം തോന്നിയിട്ടുണ്ട്. കിങ് ജെയിംസ് വേർഷൻ, ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജാവിന്റെ ഓർഡർ അനുസരിച്ച് പരിഭാഷപ്പെടുത്തിയതുകൊണ്ടാണ് കിങ് ജെയിംസ് വേർഷൻ എന്ന പേരിൽ ആ പുസ്തകം തന്നെ, ട്രാൻസ്ലേഷൻ, ആ വേർഷൻ തന്നെ അറിയപ്പെടുന്നത്. കിങ് ജെയിംസ് എന്ന് പറഞ്ഞാൽ ജെയിംസ് രാജാവിന്റെ ഓർഡർ അനുസരിച്ച് പരിഭാഷ നിർവഹിച്ചത് കൊണ്ടാണ് കിങ് ജെയിംസ് വേർഷൻ അറിയപ്പെടുന്നത്. അതിനകത്ത് പോലും ജെയിംസ് രാജാവിനെ പ്രതിപ്പെടുത്താൻ കാണിച്ചു വെച്ചൊരു കുഴപ്പം നിങ്ങൾക്ക് അറിയാമോ? യാക്കോബിന്റെ പേര് മാറ്റി ജെയിംസ് എന്നാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? പുതിയ നിയമത്തിലെ യാക്കോബിന്റെ ലേഖനം നിങ്ങൾ കണ്ടിട്ടില്ലേ? യാക്കോബിന്റെ പേരെങ്ങനെയാ ഇംഗ്ലീഷിലാക്കി വെച്ചിരിക്കുന്നേ? ജെയിംസ് എന്ന്. യാക്കോബ് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ജെയിംസ് എന്നാണോ? യാക്കോബ് എന്ന് പറഞ്ഞാൽ യാക്കോബ് തന്നെയാണ്, ഇംഗ്ലീഷിലായാലും മലയാളത്തിലാണേലും. ഇനി അഥവാ ഇനി അവർ ഇംഗ്ലീഷ് വൽക്കരിച്ചപ്പോ തന്നെ ജെയിംസ് എന്നല്ല, ജേക്കബ് എന്നല്ല പറഞ്ഞത്. പിന്നെ ജെയിംസ് എന്ന് വെക്കാൻ കാരണം എന്നറിയാമോ? അത് ഈ ജെയിംസ് രാജാവിനെ അദ്ദേഹത്തിന് സന്തോഷമായിക്കോട്ടെ. സ്തോത്രം. ഞാനതാ പറഞ്ഞത്, വേദപുസ്തകത്തിനകത്ത് മാനുഷികമായ കൈകടത്തൽ നടത്താൻ ശ്രമിച്ച് വേദപുസ്തകത്തെ വികലമാക്കിയ ഒരുപാട് കാര്യങ്ങൾ. വേദപുസ്തകം വികലമായിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. അത് സ്വർഗത്തിലേക്ക് സ്ഥിരമായ ദൈവത്തിന്റെ വചനമാണ്. ഇവിടെ ആര് തലകുത്തി പറഞ്ഞാലും അതിന്റെ സത്യങ്ങൾ ഒരു നെല്ലിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ ഉലകത്തിൽ ഒരുത്തനെ കൊണ്ട് പറ്റുകയില്ല. ഇതിന്റെ ഫുൾ കസ്റ്റോഡിയൻ, അതിന്റെ ഓദർ ദൈവവും പരിശുദ്ധാത്മാവാകിയാൽ മനുഷ്യവിടെ കണ്ണ് എന്തോ തലകുത്തി മറിഞ്ഞാൽ ഒന്നും നടക്കാൻ പോണില്ല. പക്ഷെ മനുഷ്യൻ ആ ശ്രമം നടത്തി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ മടങ്ങി വരുന്നു. ഈ പേരിനകത്ത് വരുന്ന, ഞാൻ നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാമിന്റെ കാര്യം പഠിച്ചപ്പോൾ ആ കാര്യം ഓർപ്പിച്ചിരുന്നു. ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് വരികയാണ്. നമുക്ക് അബ്രഹാം എന്ന പേര് തന്നെ എടുക്കാം. അബ്രഹാം എന്ന പേര് തന്നെ എടുക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ മുൻപത് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന വിശ്വാസം. ആ പദം നിങ്ങൾ നോക്കി, അബ്രഹാം എന്ന പദം.
മൂലഭാഷയിൽ ആ പദം എടുക്കുമ്പോൾ അബ് റാം, അബ് അബ് റാം എന്ന. അതിനകത്തുള്ള അബ 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 എന്ന് പറഞ്ഞാലും എബ്രായ ഭാഷയിൽ ഫാദർ, പിതാവെന്ന. റാം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്, ഗ്രേറ്റ് ഫാദർ എന്നാണ് അബ് റാം എന്ന വാക്കിന്റെ അർത്ഥം. അബ് എന്ന് പറഞ്ഞാൽ ഫാദർ, റാം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്, വലിയ, ശ്രേഷ്ഠനായ. അപ്പൊ അബ് റാം എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് ഫാദർ എന്നാണ് അർത്ഥം. എന്നാൽ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ അത് ഏബ്രഹാം എന്നാക്കി. നിങ്ങൾ ഇപ്പൊ എല്ലാം കൊണ്ടും അഡ്വാൻസ് ടെക്നോളജി ഉള്ളത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കൊന്നും ചെയ്യണ്ട. ഏതെങ്കിലും തരത്തിലൊക്കെ BDB ഡിക്ഷണറി, ഹിബ്രു BDB ഡിക്ഷണറി അവൈലബിൾ ആണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഞാൻ ഈ പറഞ്ഞ ശരിയാണ്, അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് എന്ന് നോക്കണം. എന്നാൽ ഇംഗ്ലീഷിൽ വന്നപ്പോൾ ഏബ്രഹാം, ഏബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ ഇംഗ്ലീഷ് ഡിക്ഷണറിക്കകത്ത് നോക്കണം. ഏബ്രഹാം എന്തെങ്കിലും അർത്ഥം അതിനകത്തുണ്ടോ? നോ മീനിങ്, നോ, ഒരർത്ഥവും കാണുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പ്രായോഗികമായി നില ചിന്തിച്ചു വേണം എന്നോട് വഴക്കിന് വരാനേ. അത് ഭാഷയുടെ സ്വാതന്ത്ര്യമല്ലേ, അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നിങ്ങളോട് ദയവായിട്ട് ഉടക്കിനൊന്നും വരരുത്. പരമാവധി ഞാൻ ഈ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഏതായാലും ഡിക്ഷണറി എല്ലാ ഭാഷയിലും അവൈലബിൾ ആണല്ലോ. അപ്പൊ ഞാനായിട്ട് ഇത് തന്നെത്താൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നൊന്നുമല്ല, കണ്ടോ. എന്നാൽ ദൈവം അബ്രഹാമിന്റെ പേർന്ന് മാറ്റി അബ്രഹാം എന്നാക്കി, അല്ലേ? അബ്രാം, റാം എന്നുള്ളത് കൂടെ ഹ എന്നൊരു സൗണ്ടും കൂടെ ആഡ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? ഹ എന്ന ശബ്ദം എവിടുന്ന് വന്നു പറയാം. 33-ാം സങ്കീർത്തനം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തം മനസ്സിലാകും. വായിക്കാമോ? 33-ാം സങ്കീർത്തനം 6-7 വാക്യം. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ, ആകാശവും, അടുത്തത് അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. മതി. അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ലിസൺ മീ. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. നിങ്ങളെ ഉറപ്പിക്കാൻ ഒരു ദൂതോടെ ഞാൻ അവിടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് സന്തോഷമാകുന്നു. യഹോവയുടെ വചനത്താൽ ആകാശം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടു. അവന്റെ വായിലെ ശ്വാസം, ഞാൻ മുമ്പ് ഉൽപ്പത്തി പുസ്തകത്തിൽ വന്നപ്പോ ഞാൻ ഓർപ്പിച്ചായിരുന്നു, ഈ മൂക്ക് അടച്ചു പിടിച്ച് വായിലൊന്ന് ശ്വാസം വിടണം. അപ്പൊ ഈ ശബ്ദം കേൾക്കത്തില്ലേ? തമ്പുരാൻ തന്റെ ഈ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു. അന്നേരം ഉളവായതാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും. ഈ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എന്നു വേണ്ട പ്രപഞ്ചത്തിൽ കാണുന്ന മുഴുവനും ആ വായിലൊരു ആ ഒറ്റ ശ്വാസത്താൽ ഉളവായതാണ്. അത് എത്ര ഉണ്ടെന്ന് ഇന്നും ശാസ്ത്രത്തിന് എണ്ണി തിട്ടപ്പെടുത്താനോ അളവ് നോക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. കണ്ടോ? ഒരു സെക്കൻഡ് തമ്പുരാൻ തന്റെ ശ്വാസം ഒന്ന് പുറത്തേക്ക് വിട്ടപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മുഴുവനും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ വായിലെ ശ്വാസം എന്ന ശബ്ദം, ശ്രദ്ധിക്കൂ, ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്നാണ് എന്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും സൃഷ്ടിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തെയും തന്റെ വായിലെ ശ്വാസത്താൽ ദൈവം സൃഷ്ടിച്ചു.
ദൈവത്തിന്റെ സ്നേഹിതനായ, രഹസ്യങ്ങളൊന്നും തന്നോട് പറയാതെ ചെയ്യില്ല എന്ന് തീരുമാനിച്ച, അത്രമേൽ അഗാധമായ സ്നേഹത്തിൽ നിലകൊള്ളുന്ന അബ്രാം എന്ന തന്റെ സ്നേഹിതന്റെ പേരിന്റെ കൂടെ ഈ ഒന്ന് ചേർക്കാൻ ദൈവം തീരുമാനിച്ചു. സ്തോത്രം. അബ്രഹാമേ, നിന്റെ ജീവിതത്തിലെ ശൂന്യതയിൽ നിന്റെ പേരിന്റെ കൂടെ ഞാൻ എൻ്റെ ശ്വാസം ഒന്ന് ആഡ് ചെയ്യുക. പേര് അബ്രാം, ഗ്രേറ്റ് ഫാദർ എന്ന അർത്ഥമുണ്ടെങ്കിലും മക്കളില്ലാത്തവനെ എങ്ങനെയാ ഫാദർ എന്ന് വിളിക്കുന്നത്? സ്തോത്രം. 99 വയസ്സ്, 100ാമത്തെ വയസ്സിലേക്ക് കയറാൻ പോവുക. മക്കളില്ലാതിരിക്കുമ്പോൾ തമ്പുരാൻ അബ്രാം വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്റെ പേര് വലുതാക്കുമെന്ന് പറഞ്ഞത് വേറെ അർത്ഥത്തിലല്ല. ഞാൻ എൻ്റെ ശ്വാസം, നീ ആകാശത്തേക്കൊന്ന് നോക്കിക്കേ, നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരും. എങ്ങനെ? ഇതിനെ സൃഷ്ടിക്കാൻ ഞാൻ എന്താണോ ഉപയോഗിച്ചത്. എനിക്ക് ഈ കസേരയായിട്ടൊന്ന് ചാടി എഴുന്നേറ്റാ കൊള്ളാൻ തോന്നുന്നുണ്ട്. നമുക്ക് ഈ ബന്ധനം അഴിച്ചില്ലെങ്കിൽ ഈ ഒരു തുള്ളല് വരികയില്ലാത്ത കാരണം ഞാനും പിന്നെ എന്റെ മുമ്പിൽ നിന്ന് അഴിക്കാനും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങ് ഇരിക്കുക. നമ്മൾ ബന്ധനം അഴിയോ ഇന്ന് പകലിന് വീട്ടിനകത്ത് നിഴഞ്ഞു പോകുന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ പിരിവിരാന്ന് നിൽക്കും. സ്വോത്രം. ഞാൻ വലിയ കിൻഡല് കണക്കിന് വെയിറ്റുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോ നനഞ്ഞ പടക്കം പോലെ ഇരിക്കും. നമുക്കതൊന്നും ഏക്കുകയല്ല. ആ പോട്ടെ, ഞാൻ എന്റെ സങ്കടം കൊണ്ട് അങ്ങ് പറഞ്ഞത്, എന്റെ വേദന അങ്ങ് പറഞ്ഞു തീർക്കുക. വാച്ചാണെങ്കിൽ 5 സ്പീഡും. സ്വോത്രം. ഞാൻ ഒന്നും ആയിട്ടുമില്ല. ഏതായാലും ഇത് ഒന്നോ 2 ക്ലാസ് എടുത്താലും വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കൈകാര്യം ചെയ്യാന്നുള്ള തീരുമാനം തന്നെയാണ്. പ്രൈസ് ഗോഡ്. കണ്ടോ അബ്രാമേ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന നക്ഷത്രങ്ങളെയും ഈ യൂണിവേഴ്സിൽ കാണുന്ന സകലത്തെ സൃഷ്ടിക്കാൻ ഞാൻ എൻ്റെ ശ്വാസം 1 സെക്കൻഡ് ഉപയോഗിച്ചതേ ഉള്ളൂ. എന്റെ ദാസനായ നിനക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിൽ സകലത്തെയും സൃഷ്ടിക്കാൻ ഞാൻ ഉപയോഗിച്ച ആ ശ്വാസം നിനക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ അബ്രാമേ ഞാൻ തയ്യാറാണ്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി അവന്റെ ശൂന്യതയെ മാറ്റി അർത്ഥപൂർണമാക്കാൻ ഇതുവരെ നടക്കുകയില്ലെന്ന് ലോകം നിന്നെ നോക്കി പറഞ്ഞ കാര്യം നടത്താൻ ഈ പ്രപഞ്ചത്തിലെ സകല ശിക്ഷയ്ക്കും വേണ്ടി ദൈവം ഉപയോഗിച്ച തന്റെ ബ്രീത്ത് നിന്റെ പേരിന്റെ കൂടെ ആഡ് ചെയ്യാൻ, നിന്റെ തലമുറയുടെ പേരിന്റെ കൂടെ ആഡ് ചെയ്യാൻ, നിന്റെ കുടുംബത്തെ ഒന്ന് ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ഗോഡ്. എന്നെ ത്രസിപ്പിക്കുന്ന കാര്യം, 1 സെക്കൻഡ് നേരം ആ ബ്രീത്ത് ഒന്ന് ഉപയോഗിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടതൊന്നും ഇന്നും പ്രപഞ്ചത്തിന്റെ 4 കോണിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ തലകുത്തി മറിഞ്ഞിട്ടും അതിന്റെ ഒരു കോണിലെ എണ്ണം പോലും എണ്ണി തീർക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. അത്രമേൽ ഗാലക്സികൾ വാരി എറിഞ്ഞിട്ടിരിക്കുന്ന പോലെ കിടക്കുകയല്ലേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ദൈവമാണ് ഇറങ്ങി വന്ന് അബ്രഹാമോട് പറഞ്ഞു, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. നമുക്ക് ആ ബോധം ഒന്നുമില്ല. നമ്മൾ പറഞ്ഞ കർത്താവേ 25-ാം തീയതി എന്നാ ചെയ്യുമോ എനിക്കറിയത്തില്ല, എന്ന് മറുപടി പറയുമോ എനിക്കറിയത്തില്ല, നീ അല്ലാതെ വേറെ ആരുമില്ല, ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേനെ. നമ്മൾ പറയുന്ന നീ അല്ലാതെ വേറൊന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു, ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ തന്നെ അങ്ങ് ആശ്രയിക്കുകയാണ്. സ്തോത്രം. നമ്മൾ ആരാണെന്നും നാം സേവിക്കുന്ന ദൈവം ആരാണെന്നും അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെ വല്ലതും ആയിരിക്കുമോ നമ്മുടെ പോക്ക്? അല്ല പ്രിയരേ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നേ നിങ്ങളൊന്ന് ഉറക്കെ. സ്തോത്രം.
ഞാൻ ഒരു പേര് മാത്രമേ പറഞ്ഞുള്ളൂ, കുറേയേറെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അടുത്ത ആഴ്ചയിലൊക്കെ ഞാൻ പറയാം. അടുത്ത ആഴ്ചയിലല്ല, വ്യാഴാഴ്ചയും പിറ്റേ തിങ്കളാഴ്ചയൊക്കെയായിട്ട് പറഞ്ഞ് 1 അല്ലെങ്കിൽ 2 ക്ലാസ്സിൽ ഞാനത് അവസാനിപ്പിക്കും. കാരണം നമുക്ക് മറ്റേ സബ്ജക്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇത് ചോദ്യം അല്പം റെലവെന്റ് ആയതുകൊണ്ട് എനിക്കത് ഒഴിവാക്കാൻ പറ്റില്ല, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ശാന്തതിനൊരു സംശയം, ഞാൻ മാസങ്ങൾക്ക് മുമ്പ് 2 ചോദ്യം ചോദിച്ചിട്ട് ഒന്നും മിണ്ടിയില്ലല്ലോ എന്നല്ലേ? മിണ്ട, പ്രൈസ് ദി ലോർഡ്. മറന്നിട്ടില്ല. അതൊക്കെ ഞാൻ ആ ചോദ്യം വരുന്നതൊക്കെ ഞാൻ എഴുതിയിടാറുണ്ട്. അതുകൊണ്ടാണ്, അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇടയ്ക്ക് ഞാൻ അതൊക്കെ എപ്പോഴെങ്കിലും ഇട്ട് തന്നോളാം, പേടിക്കുന്നു. ഞാൻ പറയുന്നത് പോലെ മനസ്സിലായോ? നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് അറിയണം. ഞാൻ അങ്ങോട്ട് വരാം. നമുക്കിതൊക്കെ അറിയാനുള്ള ഭാഗ്യം നൽകിയതാണ് ദൈവത്തിന് നമ്മോടുള്ള കരുണ. സ്തോത്രം. നമ്മുടെ ഈ തലമുറയിൽ ദൈവം തന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരാൻ നമ്മിൽ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ. അത് ചില്ലറ കാര്യമാണോ പ്രിയരെ? സ്തോത്രം. ഒരു കാര്യം പറയാനാട്ടെ, നമുക്കിതെല്ലാം വെളിപ്പെടുത്തി തരുന്നതേ നമ്മളെ കൊണ്ട് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ഉത്തരവാദിത്വം ഉണ്ടെന്നോ. ഹിന്ദിയും ഇംഗ്ലീഷും തമിഴും അറബിയും തെലുങ്കും കന്നഡയും മറാഠിയൊക്കെ തമ്പുരാൻ പഠിപ്പിച്ചു തന്നതേ അത് മക്കാമാരിക്കുമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാക്കാനായിട്ടല്ല. സ്തോത്രം. സാലറി കൃത്യമായി പറഞ്ഞ് വാങ്ങിക്കാനുമല്ല. അവിടെ കൊണ്ടുപോയി ഇട്ടത് അതിനാണെങ്കിലും ദൈവത്തിന്റെ ഉദ്ദേശം അതല്ല. സ്തോത്രം. ആ ഒരു ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി കൂടെ നമ്മുടെ മേലുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആ ഏരിയയിൽ എത്രയോ ആൾക്കാരുണ്ടായിട്ട് അവർക്കാർക്കും കിട്ടാത്ത വിസ നമുക്ക് മാത്രം കുവൈറ്റിൽ പോകാൻ കിട്ടിയത് എങ്ങനെ? സ്തോത്രം. കൂടെ പഠിച്ചവരും ഒപ്പമുള്ളവരും ഒരേ പ്രായക്കാർക്കും കിട്ടാത്ത ചാൻസ് നമുക്ക് തമ്പുരാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ ദൈവത്തിന്റെ ഉദ്ദേശം കൂടെ ഉണ്ട്. ഭൗതികമായി ജോലി ചെയ്തേ പറ്റൂ. അത് ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവാണ്. നന്നായിട്ട് അധ്വാനിക്കണം, വിയർത്ത് നന്നായിട്ട് ജോലി ചെയ്യണം, ശരീരം അധ്വാനിക്കണം. പ്രത്യേകിച്ച് ദൈവദാസന്മാർ, അത് പിന്നെ എപ്പോഴും ഞാൻ പറയാം. നന്നായിട്ട് അധ്വാനിക്കണം, ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതിലുപരിയായി നമ്മെ ഓരോ സ്ഥലത്ത് കൊണ്ട് നാക്കുന്നതിന് പിൻപിൽ നാം ക്രിസ്തുവിന്റെ പത്രങ്ങളായി അവിടെ തീരണം. അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. നമ്മളെ നോക്കുന്നവർ ക്രിസ്തുവിനെ വായിച്ചെടുക്കത്തക്ക നിലയിൽ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കണം എന്നൊരു ഉദ്ദേശം കൂടെ അതിന്റെ പിൻപിലുണ്ട്. ബാക്കി കാര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ നമുക്ക് വൻ ദിവസം ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.